റെഡ്മിയുടെ റെഡ്മി നോട്ട് 14 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 14 5G എന്ന ഫോണിന്റെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്. 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രൊട്ടക്ഷൻ ഒക്കെ തന്നെയാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2100 നിറ്റ്സ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പൊതുവെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 190 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. IP64 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ടൈറ്റാൻ ബ്ലാക്ക്, അതുപോലെ തന്നെ മിസ്റ്റിക് വൈറ്റ്, പിന്നെ ഫാൻറ്റം പർപ്പിൾ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7025 അൾട്ര എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 അതുപോലെ തന്നെ മീഡിയാടെക് ഡിമെൻസിറ്റി 7300 എന്നീ പ്രോസസ്സറുകളുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. എന്നാലും നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഗെയിമിങ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് സ്കിപ്പ് ചെയ്തിട്ട് മീഡിയാടെക് ഡിമെൻസിറ്റി 7300 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളോ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോണ് റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഹൈഡ്രോ ടച്ച് എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. Android 14 ബേസ് ആയിട്ടുള്ള ഹൈപ്പറോസ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ വരുന്നില്ല. അപ്പം ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. പിന്നെ ഇതിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ f1.5 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT600 സെൻസറാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു സെൻസർ തന്നെയാണ്. പിന്നെ വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. മൂന്നാമത് 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. അപ്പം നല്ലൊരു മെയിൻ ക്യാമറ സെൻസറും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒക്കെ ഇതിൽ ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ ഈ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ക്യാമറ സെറ്റപ്പ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് അനുസരിച്ചിട്ട് ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ട് മാത്രമാണ് പറയുന്നത്. നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ക്യാമറ ടെസ്റ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഒരു കൺക്ലൂഷനിൽ എത്തുക. ബാറ്ററിയുടെ കാര്യത്തിൽ 5110 mAh ബാറ്ററിയാണ് വരുന്നത്. തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്.
45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അത് തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജറും വരുന്നുണ്ട്. അപ്പൊ തിരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6 GB റാം 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 18,999 രൂപയാണ്. പിന്നെ 8 GB റാം 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 19,999 രൂപയാണ്. 8 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 21,999 രൂപയാണ്. ഡിസംബർ 13 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത് എന്ന് പറയാവുന്നതാണ്. തിരക്കേടില്ലാത്ത ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഉണ്ട്. തിരക്കേടില്ലാത്ത ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഉണ്ട്. പിന്നെ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആവറേജ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ഉണ്ട്. അപ്പം മൊത്തത്തിൽ ഇത് വളരെ മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണ് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് ഫോണായിട്ടാണ് ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.